എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. മർമ്മ ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന അടൂർ നെല്ലിമുകളിലാണ്. നമ്മൾ അടൂർ നെല്ലിമുകളിൽ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു പൊന്നപ്പൻ ചേട്ടന്റെ ആ, ജീവിത പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിതത്തിൽ ഒരു അപൂർവ നേട്ടം കൈവരിച്ച പൊന്നപ്പൻ ചേട്ടന്റെ ഒരു കഥയാണ് നമ്മുടെ മർമ്മ ന്യൂസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മുടെ മർമ്മ ന്യൂസിന്റെ അണിയറ പ്രവർത്തകരെ വിളിച്ച് പൊന്നപ്പൻ ചേട്ടൻ തന്റെ കഴിഞ്ഞ കാലങ്ങളുടെ ദുരിതാവസ്ഥകളൊക്കെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ പൊന്നപ്പൻ ചേട്ടന്റെ ഈ ഒരു ജീവിത കഥ നമുക്ക് നമ്മുടെ മർമ്മ ന്യൂസിലൂടെ പ്രേക്ഷകരെ എത്തിക്കണമെന്ന് അവരിലേക്ക് എത്തിക്കണമെന്ന് മർമ്മ ന്യൂസ് പിന്നെ ആഗ്രഹിച്ചു. അതിന്റെ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ മർമ്മ ന്യൂസ് അടൂർ നെല്ലിമുകളിലുള്ള പൊന്നപ്പൻ ചേട്ടന്റെ ഈ ഒരു വീട്ടിലെത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ കാലങ്ങളിൽ അതിദാരുണമായ അല്ലെങ്കിൽ ജീവിത പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ഇന്ന് അദ്ദേഹം ഒരു അപൂർവ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. അത് നിങ്ങളിലേക്ക് എത്തിക്കണം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി പൊന്നപ്പൻ ചേട്ടന്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പൊന്നപ്പൻ ചേട്ടനോട് തന്നെ സംഭവം ചോദിക്കാം. പൊന്നപ്പൻ ചേട്ടന്റെ കൂടുതൽ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് ഇനി പൊന്നപ്പൻ ചേട്ടന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം പൊന്നപ്പൻ ചേട്ടാ. താങ്കളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ദുരിതങ്ങളിൽ താങ്കൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഇപ്പോൾ അപൂർവമായ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. താങ്കളുടെ ഈ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? നമസ്കാരമുണ്ട്. നിങ്ങളിവിടെ വന്നതില് ആദ്യം തന്നെ നന്ദി പറയട്ടെ. നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ വരുത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ എൻ്റെ ഒരു കഥ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളിവിടെ വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. നന്ദിയുണ്ട്, നന്ദി. ഞാൻ എൻ്റെ കഥ എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ, കുട്ടിക്കാലം മുതലേ വളരെ ബുദ്ധിമുട്ടിയാ വളർന്നേ. അച്ഛനും ഇല്ല, അമ്മയില്ല. അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് വളർന്ന് വന്ന്, അമ്മാവനാണെ മൂഷട സ്വഭാവവും അമ്മാവിയാണെങ്കിൽ കഞ്ഞി വെള്ളം പോലും തരാത്തൊരു സ്വഭാവമായിരുന്നു. സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുക തന്നെ അതുപോലും ഇല്ല. എന്താ ചെയ്യുക, അന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടി പഠിച്ചില്ല, അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പിന്നെ അമ്മാവൻ്റെ വീട്ടിലെ തൊഴുത്ത് കഴുകലും പിന്നെ കുട്ടികളെ അമ്മാവൻ്റെ മറ്റൊരു കുട്ടികളുണ്ട്, അവരെ സ്കൂളിൽ കൊണ്ട് വിടിയിലൊക്കെ ആയിരുന്നു പണി. അങ്ങനെ എങ്ങനെയൊക്കെയോ അവരുടെ ആട്ടും തുപ്പും കേട്ടി വളർന്നു. ബോംബെയിൽ പോയി അധോലോക രാജാവാകാൻ വേണ്ടി ബോംബെയിൽ പോയി. അവിടെ നിന്ന് അധോലോകം കണ്ടിട്ട് പോലും ഇല്ല. അധോലോകം തേടി ബോംബെ മൊത്തം നടന്നു, ഒരു കാര്യമില്ല. അവസാനം മാർവാടികളുടെ വീട്ടിൽ എച്ചിപ്പണി ചെയ്തും കക്കൂസ് കഴുകിയൊക്കെ ഇങ്ങനെ അധോലോകം തേടി നടന്നു. അവസാനം അധോലോകത്തെ രാജാവ് പോയിട്ടൊരു പടം പോലും ആകാതെ തിരിച്ച് കള്ളവണ്ടി കയറി പോന്നു. ഇപ്പം ഇവിടെ വന്ന് കൂലിപ്പണി ചെയ്ത് പെണ്ണും കെട്ടിയില്ല, പിള്ളേരും ഇല്ല. ഉള്ള കാശ് കള്ളും കുടിക്കത്തില്ല. അതുകൊണ്ട് കിട്ടിയ കാശെല്ലാം സ്വരൂപിച്ച് വെച്ച് ഇപ്പോൾ 22ാമത്തെ വയസ്സിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് വിചാരിച്ചു. ഇപ്പം വയസ്സ് 52 കഴിഞ്ഞ്. ഇപ്പം സ്വന്തമായിട്ട് എന്തെങ്കിലും ആയെന്ന് വെച്ചാൽ കള്ളക്കടവും മേടിച്ച് തമിഴന്മാരുടെ കയ്യിൽ നിന്നൊക്കെ പൈസയും കടം മേടിച്ച് ഉള്ള പൈസ എല്ലാം കൂട്ടി വെച്ചുകൊണ്ട് ഇപ്പോൾ സ്വന്തമായിട്ടൊരു വാഹനം മേടിച്ചു. വേറൊന്നും അല്ല, JCB. പണ്ട് JCB മണ്ണെടുക്കാൻ വരുമ്പം പോയി കാണുമായിരുന്നു. അന്നേ ഒരാഗ്രഹം ഉണ്ടായിരുന്നു JCB മേടിക്കണമെന്ന്. ഇപ്പോൾ ഒരു JCB കള്ളക്കടമാണ്, ലോൺ എടുത്തായാലും ഒരെണ്ണം മേടിച്ചു. അത് ഇത്രയും ബുദ്ധിമുട്ടി മേടിച്ചത് 10 പേര് അറിയണമല്ലോ. ഇത് മേടിച്ച് വെച്ച് ഇവിടെ വെച്ചിട്ട് കഴിഞ്ഞാൽ ആരറിയാനാണ്? നിങ്ങളെപ്പോലൊരു ചാനലുകാർ വന്ന് ഇതൊക്കെ വിളിച്ച് ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ അറിഞ്ഞ് 2 വർക്കൊക്കെ കിട്ടിയാലോ. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. വളരെ ബുദ്ധിമുട്ടി മേടിച്ചതാണ്. അങ്ങനെ ജീവിത ദുരിതമൊക്കെ ഒരുപാടുണ്ട് പറയാനാണെങ്കിൽ എപ്പിസോഡ് തീരത്തില്ല. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി ലോണൊക്കെ എടുത്ത് JCB മേടിച്ച് 10 പേര് അറിയണം, 10 പേര് കാണണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ 10 പേര് അറിഞ്ഞ് വർക്കൊക്കെ വിളിച്ച് തന്നാൽ നിങ്ങളെ പോലുള്ളവർക്കും ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് കാണാം. അതുകൊണ്ടൊരു വിളിച്ചതാണ്. ഞാനൊരു വാഹനം മേടിച്ച് ആൾക്കാരറിയണ്ടേ. അപ്പോൾ വാഹനം മേടിച്ചു. ഇതുവരെ ഓടാൻ തുടങ്ങിയിട്ടില്ല. ഇതിലൂടെ എല്ലാവരും അറിഞ്ഞിട്ട് വേണം, ഓട്ടം കിട്ടിയിട്ട് വേണം ഓടാൻ തുടങ്ങാൻ. അപ്പോൾ താങ്കള് ഇപ്പം ഇത്രയും ബുദ്ധിമുട്ടി ജീവിത സാഹചര്യങ്ങളോട് പൊരുതി ഇപ്പോൾ സ്വന്തമായിട്ടൊരു വാഹനം സ്വന്തമാക്കിയിരിക്കുകയാണ്. അതും സ്വന്തമായിട്ടൊരു വാഹനം സ്വന്തമാക്കി താങ്കളിപ്പോൾ അതിൽ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൽ എത്രമാത്രം സന്തോഷമുണ്ട് താങ്കൾക്ക്? പറഞ്ഞറിയിക്കാൻ പറ്റുന്നേക്കാട്ടി സന്തോഷമുണ്ട്.
കാരണം ഒരു JCB എന്ന് പറയുന്നത് വാഹനം എന്നൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ 10 പേര് സമൂഹത്തിൽ കിട്ടുന്ന വിലയും നിലയും അതൊന്നും വേറെ തന്നെയാ. കാരണം ഒരു ബസ് മുതലാളിയും JCB മുതലാളി എന്നൊക്കെ പറയുമ്പോൾ മുതലാളിയുടെ ഒരു സെയിം അല്ലേ, ആൾക്കാർക്ക് അതിന് ബഹുമാനമൊക്കെ തരും. അതും കൂടി ഓടി തന്നെ JCB മേടിക്കണമെന്ന് തന്നെ വിചാരിച്ചത്. അതുകൊണ്ട് സന്തോഷം, നല്ല സന്തോഷമുണ്ട്. പൊന്നപ്പൻ ചേട്ടൻ്റെ ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം നിറഞ്ഞ ഒരു ജീവിതത്തിൽ ഇപ്പോൾ ഒരു വഴിത്തിരിവായിരിക്കുകയാണ്. അദ്ദേഹം സ്വന്തമായിട്ടൊരു വാഹനം സ്വന്തമാക്കിയിരിക്കുകയാണ്. അത് വേറെ വാഹനമൊന്നുമല്ല, JCB ആണ്. സ്വന്തമായിട്ടൊരു JCB മേടിച്ചു. ജീവിത ദുരിതങ്ങളെല്ലാം അതിജീവിച്ച് സ്വന്തം കഠിന പ്രയത്നം കൊണ്ട് സ്വന്തമായ ഒരു വാഹനം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് ആ ഒരു വാഹനത്തിലാണ് പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് ഈ അടൂർ നെല്ലിമുകൾ കൊട്ടാരക്കര ഭാഗങ്ങളിൽ എന്തെങ്കിലും JCB തരമായുള്ള എന്തെങ്കിലും വർക്കുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊന്നപ്പൻ ചേട്ടനെ നിങ്ങൾ നമ്മുടെ മർമ്മ ന്യൂസിൻ്റെ പ്രേക്ഷകർ കോൺടാക്ട് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ നമ്പർ, പേഴ്സണൽ നമ്പർ നമ്മൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ കൊടുക്കുന്നതായിരിക്കാം. അപ്പോൾ പൊന്നപ്പൻ ചേട്ടൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ അദ്ദേഹത്തിന് പുതുതായിട്ട് മേടിച്ച ഒരു വാഹനം ഒരുപാട് പ്രയോജനപ്പെടും. അതുപരി നമ്മുടെ മർമ്മ ന്യൂസിൻ്റെ പ്രേക്ഷകർ അദ്ദേഹത്തിന് എന്തെങ്കിലും ഇത് വാഹന സംബന്ധമായ എന്തെങ്കിലും വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുക. അദ്ദേഹത്തിന് വർക്കുകൾ കൊടുക്കുക. ഇത്രയും ബുദ്ധിമുട്ടിയൊക്കെ വളർന്നു വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഇനിയുള്ള മുന്നോട്ടുള്ളതെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെ വാഹനം മേടിച്ച് തന്നെ വലിയൊരു അഭിനന്ദനം നിറഞ്ഞ കാര്യമാണ്. അതിന് പ്രത്യേക അഭിനന്ദനം പൊന്നപ്പൻ ചേട്ടനെ മർമ്മ ന്യൂസിൻ്റെ ഭാഗത്തുനിന്ന് അഭിനന്ദനം അർഹിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം പൊന്നപ്പൻ ചേട്ടൻ്റെ ആ ഒരു കഴിഞ്ഞ കാലത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തുവായാലും പൊന്നപ്പൻ ചേട്ടൻ ആദ്യമായിട്ട് മേടിച്ച വാഹനം ഇതുവരെ ഓടി തുടങ്ങിയിട്ടില്ലെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ഓടി തുടങ്ങാൻ പോവാണ്, സ്റ്റാർട്ടിങ് ആയില്ല, മേടിച്ച പുതിയ വാഹനമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പൊന്നപ്പൻ ചേട്ടൻ്റെ ആ ഒരു പുതിയ വാഹനം നമുക്ക് പ്രേക്ഷകർക്കും കാണാൻ, നമുക്കും മർമ്മ ന്യൂസിലും പ്രേക്ഷകർക്കും കാണാൻ ആഗ്രഹമുണ്ട്. അപ്പം അപ്പുറത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിതിന് വാഹനം ഒന്ന് കാണാം. വാഹനം കണ്ടിട്ട് നമുക്ക് പൊന്നപ്പൻ ചേട്ടന് ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ, ജീവിതയാത്രയിൽ പൊന്നപ്പൻ ചേട്ടന് നിങ്ങളും കൂടെ സഹായിച്ചെങ്കിൽ വാഹനത്തിന് വർക്കുകളൊക്കെ കിട്ടും. അപ്പം നമുക്ക് ആ പുതിയ വാഹനം നമുക്ക് കാണാം, അപ്പം പ്രേക്ഷകരെയും കാണിക്കാം. അപ്പം അവിടെയാണോ നിർത്തിയത്? ബാ കാണാം. ദാ അവിടെ ഉണ്ട് വാഹനം, അവിടെ പാർക്ക് ചെയ്തിരിക്കുക. കാണാം. ബാ. എവിടെയാണ് പൊന്നപ്പൻ ചേട്ടാ? എവിടെ? JCB ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാണുന്നില്ലല്ലോ? താഴോട്ട് നോക്കടേ, അങ്ങോട്ട് നോക്കി, താഴോട്ട് നോക്ക്, താഴോട്ട്. എവിടെ? താഴെ. പൊന്നപ്പൻ ചേട്ടാ, ഇത് ഒരുമാതിരി മറ്റേ പണിയായിപ്പോയി പൊന്നപ്പൻ ചേട്ടാ. എന്റെ പൊന്നെ, ഞാൻ എന്തോ പറയാനാ, എനിക്ക് TV-യിലൊക്കെ ഒന്ന് വരണമായിരുന്നു. ഈ മുഖമൊക്കെ TV-യിലും ഒക്കെ ചാനലിലും ഒക്കെ ഒന്ന് കാണിക്കണം. അതിനൊക്കെ വേണ്ടി ചെയ്തതാണേ. എന്റെ കുഞ്ഞങ്ങ് ക്ഷമീര്.